ഈ ബദർ കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്തും ഇന്നലെ മുത്തുനബിയൊക്കെ പ്രത്യേകം സ്ഥാനം പറഞ്ഞ സംഭവമാണ് ഏത് ആ ബയ്യാത്തു റിദ്വാൻ. അവിടെ പ്രത്യേകം ഇരുന്നിട്ട് റസൂലുള്ള കയ്യൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത സ്വഹാബാക്കൾക്ക് വലിയ പോലീസയാണ്. സ്വഹാബാക്കളിന് അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. ഇപ്പോൾ ഉസ്മാൻ എന്ന് പറയുന്ന ശത്രുക്കൾ തന്നെ പലപ്പോഴും ആരോപിക്കും മൂപ്പര് ബദറിലൊന്നും ഇല്ല. ശരിയാണ്, ബദറിൽ നേർക്കുനേരെ പോയിട്ടില്ല. പക്ഷേ മൂപ്പര അള്ളാഹു റസൂൽ എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളിൽ എണ്ണിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ വിഷയം കൂടി അറിയിക്കണം ഹദീസാണ്. ഹദ്ദസന അബ്ദാൻ അഖ്ബർന അബൂ ഹംസത്താൻ ഉസ്മാൻ ബിൻ മുഹബിൻ ബിൻ റളിയല്ലാഹു അൻഹു വഅൻഹു ഖാല ജാഅ റജുലുൻ ഹജ്ജൽ ബൈത്ത്. ഒരാൾ വന്നു എന്നാ, മിസ്റിൽ നിന്ന് വരുന്ന ആളാണ്, ഈജിപ്തുകാരനാ. എന്തിനാ വന്നത്? ഹജ്ജൽ ബൈത്ത്, ഹജ്ജ് ചെയ്യാൻ വന്നാണ്. ഹജ്ജ് ചെയ്യാൻ വന്നു. ഇയാൾ കാബൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഫറഅ ഖൗമൻ ജുലൂസൻ, കാബൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആര് കാണുകയാണ്? ആ, അന്നത്തെ കാലല്ലേ, അന്നിപ്പം ഹജ്ജിന് മറ്റൊക്കെ പിന്നെ ആൾക്കാർ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു കഥനെ പറയുമ്പോൾ അവിടെ ഇപ്പോഴത്തെ ഈ രംഗമൊക്കെ നമ്മൾ ആലോചിക്കുക. മുൻകാലത്തെ ചരിത്രം പറയുമ്പോൾ ബേക്കോട്ട് നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ ആ ചരിത്രത്തിന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഹജ്ജ് മറ്റെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഹറമാണ് കാണുകയാണ്. അവിടെ ഇരുന്നാണ്ട് ഇപ്പം അങ്ങനെ ചർച്ചക്കും ഹജ്ജിൻ്റെ ഇടയിലൊക്കെ ഇപ്പോൾ ഇതിനൊക്കെ നടക്കുമോ അല്ലേ എന്നൊക്കെ സംശയം വരും. അപ്പം നമ്മളെ മൂത്താപ്പനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മൂത്താപ്പ പറയും ഹജ്ജിന് പോയത് കപ്പലിൽ. അന്ന് മത്താഫിൽ മാർബിളൊന്നുമില്ല. മഴ പെയ്തു, നല്ല വെള്ളം കിட்ட കലങ്ങിയിട്ട് അരക്കറ്റം വെള്ളം. ആ വെള്ളത്തിലൊരു തവാഫ് നടന്നിങ്ങനെ ഉണ്ടോ. ഇന്നിപ്പം കാലം കുറച്ചല്ലേ ആയിട്ടുള്ളൂ, ഇപ്പം എന്തൊക്കെ മാറ്റായി. അപ്പോൾ ഇയാൾ ഹജ്ജിന് വന്നു. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മത്താഫിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫക്കാല മൻ ഹാവുലായിൽ കൊഴുതു, ഈ വന്ന ആൾ ആര് എവിടുന്നാ വന്നത്? മിസ്റിൽ നിന്ന് വന്നാണ്. ഇയാൾ ചോദിച്ചു ആരാണ് ഇരിക്കണതൊക്കെ? ആ, ഹാവുലായി ഖുറൈശ്, അല്ല ഇവിടുത്തെ ആൾക്കാർ ഖുറൈശികളാണ് അതൊക്കെ. ആ, കൂട്ടത്തിലൊരാൾ പ്രത്യേകം ഇരിക്കുന്നുണ്ട്. ഈ ഉള്ള ആൾക്കാരൊക്കെ തന്നെ മൂപ്പരൊന്ന് പ്രത്യേകം പരിഗണിച്ചുകൊണ്ടുണ്ട്. അതാരാണ്? ആ ഷെയ്ഖാരാണ്, മനുഷ്യ ഇബ്നു ഉമറാണ്. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഉമർ എന്നോരെ മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. സ്വഹാബത്തിൽ കാര്യപ്പെട്ട ആളല്ലേ. ഈ ഹജ്ജിന് വന്ന ഈ ചങ്ങായി ഫാത്താഹു ഉടനെ ഒടുക്ക് പോയി ഷെയ്ഖൻ എന്ന മോനെ മെല്ലെടുത്ത് ചെന്നു. ഫക്കാൽ ഇന്നീ സായിലുക്കാൻ ഷെയ്യിൻ, ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കുകയാണ്. അതു ഹദ്ദിസുനി, അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അപ്പം ഞാൻ പറഞ്ഞുതരാം. എന്താ പിന്നെ പറഞ്ഞു, എന്താ വിഷയം? ആ, അൻഷുദുക ബി ഹുർമത്തി ഹാദൽ ബൈത്ത്, ഈ ബൈത്തിനെ സാക്ഷിയൊക്കെയാണ് ഞാൻ ചോദിക്കണം കേട്ടോ. ഇയാൾ വന്ന് ചോദിക്കുക, കാബനെ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കണത്. അപ്പോൾ കറക്റ്റ് മറുപടി ഇട്ടണം. അതിനാണ് ഇപ്പോൾ പറയണത്. അൻഷുദുക ബി ഹുർമത്തി ഹാദൽ ബൈത്ത്, ഈ ബൈത്തിനെ മുൻനിർത്തിയിട്ടാണ് പറയണത്. ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ആ താലമു അന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഫറ യൗമ ഉഹുദീൻ, ഉഹുദിൽ പലവരും ഓടിയല്ലോ. ഉഹുദ് യുദ്ധം നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായല്ലോ. കുത്തിലെ മുഹമ്മദ് വധിക്കപ്പെട്ടു, റസൂൽ വധിക്കപ്പെട്ടു, വാർത്ത പരന്നില്ലേ. പല സഹാബാക്കളും അന്താളിച്ച ടൈമാണ്. അങ്ങനെ വമ്പ പ്രശ്നം ഉണ്ടായൊരു ടൈമാണ്. പല സഹാബാക്കളോടൊന്ന് ഓടി റസൂലിനെ വേണ്ടായിട്ടോ മറ്റൊന്നേരം, മനുഷ്യന്മാരല്ലേ വലിയ മാനുഷികമായിട്ടുള്ള പല പ്രയാസങ്ങളും ഇതൊക്കെ എല്ലാവർക്കും പിടികൂടല്ലോ. ആ കൂട്ടത്തിൽ അന്ന് ആരും ഓടിയിട്ടുണ്ട്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നവർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ചോദ്യം, മൂപ്പര് ഓടിക്കണോ വെച്ച്. കാല അബ്ദുല്ലാഹ് ബിൻ മുന്നാം ഓടിയ കൂട്ടത്തിൽ ആരുണ്ട്? ഉസ്മാൻ. ആ, അടുത്ത ചോദ്യം. ഫതഅലമുഹു തഗയ്യബാൻ ബദിരിൻ, ഇപ്പം ഹജ്ജിന് വന്ന ഇയാൾ ഇപ്പം ഹജ്ജിന് വന്ന് സംസം വെള്ളമല്ല കൊണ്ടുപോകണേ. ഇയാൾ വേറെ ഓരോ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ഇതിനാണ് ഇപ്പോൾ അയാളെ പരിപാടി. ഇതൊന്നും ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാകും പല ആൾക്കാരും അങ്ങനെ ഹജ്ജിന് പോണേ. അല്ലെങ്കിലും ഇപ്പം ഇവിടുന്ന് പല ആൾക്കാരും പോകണം എന്തിനാ? ഹജ്ജിനും ഉംറക്കും അല്ലല്ലോ. ഇതിനെന്തിനാ? കായ് ഉണ്ടാക്കാൻ പോവും, ബിസിനസ്സിന് എത്തിയിട്ടൊരു ഉംറ അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതിന് പോകുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വേറെ തന്നെയാണ്. ഇയാൾ വന്നിട്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, തഗയ്യബാൻ ബദരി, മൂപ്പര് ബദറിൽ ഉണ്ടായിട്ടില്ലല്ലേ? അങ്ങനെ വാർത്ത കേൾക്കുന്നുണ്ട്. ബദറിൽ മൂപ്പര് ഉണ്ടായിനോ? ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. ഫലം യഷ്ഹദ്ഹ, ബദറിന് മൂപ്പര് ഉണ്ടായിട്ടില്ല എന്നാണല്ലോ കേൾക്കുന്നത്. കാലന ഉണ്ടായിട്ടില്ല. കാലഫത്താലും അന്നഹു തഹല്ലഫാൻ ബയ്യാത്തി റിദ്വാൻ, ആ ബയ്യാത്തി റിദ്വാന് മൂപ്പരുണ്ടായിട്ടില്ല. ആ മരത്തിൻ്റെ ഒട്ടിലൊക്കെ അവിടെ റസൂൽ പ്രത്യേകം ഇരുന്നാണ്ട് എൻ്റെ കൂടെ നിങ്ങൾ ഉറച്ച് നിൽക്കൂലേ, എന്നാൽ തെരി കയ്യ് എന്നൊക്കെ റസൂൽ കൈ കൊടുത്ത് എല്ലാ സഹാബാക്കളും കയ്യ് വെച്ച സംഭവമാണല്ലോ. അപ്പോഴും ആരും അവിടെ ഇല്ല. അതിന് മൂപ്പരുണ്ടായിട്ടില്ല എന്നാണല്ലോ. ആ കാലന ശരി. കാല റാവി പ്രഫ കബ്ബറ,
അല്ലാഹു അക്ബർ വന്നാള് ഓന് സന്തോഷമായി. ഓനെന്തായി അപ്പോൾ ഉസ്മാൻ എന്നൊരു ശത്രുവാണിത്. ഉസ്മാൻ എന്നൊരു ശത്രുക്കളുടെ നല്ലൊരു കൂട്ടം തന്നെ മിസ്രിലേന. ആ ഗ്യാങ്ങിൽ പെട്ടൊരു ചങ്ങായിയാണ് ഇപ്പോൾ ഈ ഹജ്ജിന് വന്നത്. അപ്പോൾ ഹജ്ജിന് വന്ന സമയത്ത് ഓനെന്താണ് ഉസ്മാൻ എന്നവരെ കുറിച്ച് വാർത്ത കൂടുതൽ എടുക്കണം. അപ്പോൾ ഓനിങ്ങനെ ഈ ഡീറ്റെയിൽസ് ഉറപ്പിച്ചാണ്. ഇപ്പം അറിയാലോ, ഞാൻ മക്കത്തെത്തി, മതാഫ് എന്നാണ് ചോദ്യം, കാര്യപ്പെട്ട ശൈഖനെ കണ്ട്, എന്നിട്ട് ചോദിച്ച് ഉറപ്പുവരുത്തിയതാണ്. അബ്ദുല്ലാഹിബിൻ ഉമറിനോടാണ് ചോദിച്ചത് ഞാൻ. മൂപ്പര് 3 മറുപടി 1. ബദറിലും ഉണ്ടായിട്ടില്ല, മുഹദിന്ന് ഓടിയും ചെയ്തിന്, ബയ്യത്തുൽ റിദ്വാനും ഉണ്ടായിട്ടില്ല. നല്ല ആളോണ്ടല്ലേ ചോദിച്ച്. മതാഫ് എന്നാണ് ഈ ചോദ്യം മറുപടി ഉഷാറാ. ഓന് നല്ല സാധനമല്ലേ കിട്ടിക്കണത്. അതാണ് അല്ലാഹു അക്ബർ. എന്താ സന്തോഷമായി. കാല ഇബ്നു ഉമർ. അപ്പോൾ ഇബ്നു ഉമറിന് മനസ്സിലായി, ഇയാൾക്ക് മുമ്പേ മനസ്സിലായിക്കണു ഇപ്പം എന്താ ഉണ്ടാക്കണതെന്ന്. അപ്പോൾ ഈ ആളെന്ത് ചെയ്തു, തെക്കിബീറും ചൊല്ലി വേഗം പോവാണ് ഇയാൾ ഉടനെ തന്നെ ഇബ്നു ഉമർ കൊണ്ട് വിളിച്ചു, റളിയല്ലാഹു അൻഹു. വിളിച്ചിട്ട് പോലെ ഇങ്ങോട്ട് വാ, ഞാൻ എനിക്ക് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വിഷയം വിശദീകരിച്ച് കേട്ടോ എന്ന്. അമ്മാ ഫിറാറുഹു യൗമ മുഹ്ദിൻ. മുഹദിൽ ഓടിക്കണ്, പലരും ഓടിക്കണ്, അങ്ങനത്തെ കൊടുമ്പിരി കൊണ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. റസൂലെന്നെ വധിക്കപ്പെട്ടു എന്നല്ല വാർത്ത പരന്നത്. സ്വഹാബത്തിൻ്റെ അവസ്ഥ എന്താവും? അപ്പോൾ അതിൽ പല സ്വഹാബാക്കൾ ഓടിയിട്ടുണ്ട്, അതിലും ഉസ്മാൻ എന്നവരുണ്ട്. പക്ഷേ അബ്ദുല്ലാഹിബിൻ ഉമർ പറയാം, ആ വാർത്ത മാത്രം മുറിച്ചെടുത്തിട്ട് ചിന്താക്കണ്ട, ഉസ്മാൻ അതിൽ രംഗുണ്ടാക്കണ്ട. ഫഷ്ഹദു അന്നല്ലാഹ അഫാൻഹു. അതൊക്കെ അള്ളാഹ് അവർക്ക് മാപ്പാക്കിയിട്ടുണ്ട്. അള്ളാഹ് തന്നെ പറഞ്ഞത്, ഇന്നല്ലദീന തവല്ലോ മിൻകും യൗമൽ തഖൽ ജംആനി ഇന്നമസ്തദല്ലഹുമു ശൈത്വാൻ ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹു ഗഫൂറുൻ ഹലീം ആയത്തിലുണ്ടല്ലോ. അപ്പോൾ വലഖദ് അഫല്ലാഹു അൻഹും അവിടെ വന്നുപോയി. അത് ഞാൻ അള്ളാഹ് വിട്ടിട്ടോ, ഞാനത് വിട്ടുകണെന്ന്, നീ എന്തിനാ അത് പോയിട്ട് നടക്കണത് എന്ന്. അത് പോയില്ലേ, അതുകൊണ്ട് ഇനി കാര്യമില്ല. അമ്മ തഗയ്യുബുഹു അൻ ബദിരിൻ. ബദറിൽ ഉസ്മാൻ എത്തിയിട്ടില്ല റളിയല്ലാഹു അൻഹു. അതല്ലേ ഇപ്പം രണ്ടാമത് ചോദിച്ചേ, ബദറിൽ മൂപ്പരില്ല. പോണ്ട, മൂപ്പർ എന്തുകൊണ്ട് ബദറിൽ ഉണ്ടായില്ല, ഇതിൻ്റെ കാര്യം മനസ്സിലാക്കണ്ടേ. ഫഇന്നഹു കാന തഹ്തഹു ബിൻതു റസൂലില്ലാ. ഉസ്മാൻ്റെ ഭാര്യ ആരാണ്? റുഖിയ്യത്താണ്. റസൂലുള്ളാഹിൻ്റെ ഒരു മോള് ഉസ്മാൻ എന്നവരുടെ ഭാര്യയല്ലേനിയോ. ആ മോൾക്ക് വക്കാനത്ത് മരീലത്തൻ. റുഖിയ്യത്ത് എന്ന മോൾക്ക് തീരെ സുഖമില്ലാത്ത ടൈമാണത്. അപ്പോൾ ഉസ്മാൻ എന്നവരോട് റസൂലുള്ള പറഞ്ഞു, ഉസ്മാൻ മോളെ കാര്യം കുറച്ച് വിഷമാണല്ലോ, നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇപ്പോൾ ബദർക്ക് എന്താണ്ട കൂടെ പോകണ്ട, മദീനത്തെ കാര്യം കുറച്ച് ശ്രദ്ധിക്കേണ്ടിയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് ആ മോളെ കാര്യം അതാണ്. വീരീതർ ത്വാഹ മകൾ റുഖിയ്യത്ത് ബീവി കന്നാൾ ദീനം ആമേമി ഗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ബദറിലൊക്കെ പറയുമല്ലോ. അപ്പോൾ റുഖിയ ബീവിക്ക് സുഖമല്ല, ആ ബീവിക്ക് കഠിന രോഗമായിരുന്നു. അള്ളാഹു റസൂല് ബദറിന്ന് തിരിച്ചു വരുമ്പോൾ നേരെ ജന്നത്തുൽ ബഖീക്ക ഖബർസ്ഥാനിൽ ഉസ്മാൻ എന്നവരൊക്കെ റുഖിയ ബീവിനെ മറവ് ചെയ്യണ ആ സമയത്തേക്കാണ് റസൂലുള്ള ബദറിന്ന് തിരിച്ചെത്തുന്നത്. അപ്പം മോൾക്ക് അത്രയും ശക്തമായ രോഗമായിരുന്നു. അപ്പോൾ ഭർത്താവാകുന്ന ഉസ്മാൻ എന്നോട് പോരണ്ടെന്ന് പറഞ്ഞതാ, റസൂല് പറഞ്ഞിട്ട് അവിടെ നിന്നതാണ്. അതുകൊണ്ടാണ് ബദറിൽ മൂപ്പർക്ക് എത്താത്തത് എന്ന് മാത്രമല്ല, കണ്ടോ, ഫഖാല ലഹുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് റസൂലുള്ള ഉസ്മാൻ എന്നവരോട് പറഞ്ഞു, ഇന്നലക അജ്റ റജുലി മിമ്മൻ ഷഹിദ ബദ്റ വസഹ്മഹു. ഉസ്മാനെ, ബദറിൽ പങ്കെടുത്ത ആൾക്കാർക്ക് എന്തൊക്കെ പോരിശുണ്ടോ അതെല്ലാം എനിക്കുണ്ട് എന്ന് മാത്രമല്ല, അവിടുത്തെ വനീമത്തത്തെ മുതലും അവകാശിയാണ്. അപ്പോൾ ഉസ്മാൻ എന്നവരെ ശരിക്ക് ബദറിൽ ആരെ എണ്ണിയിട്ടുണ്ട്? റസൂലുള്ള. എങ്ങനെ സിദ്ദീഖെന്നവരുണ്ടായോ, എങ്ങനെ ഉമറും അലിയാരും മറ്റുള്ള സഹാബത്തൊക്കെ ഉണ്ടായോ, അതുപോലെ തന്നെ ആരും പേരുണ്ടായിട്ടുണ്ട്. റസൂല് തീരുമാനിച്ച്. അതല്ലേ റസൂലുള്ളാഹിന്റെ പവർ. അതാണ് ഓല ഭാഗം. ഓലാണ് തീരുമാനം. ഒരാൾ ഞാനൊക്കെ ഉണ്ടായി, ജലില്ല എന്ന് പറഞ്ഞാൽ പോവുകയും ചെയ്ത്. അവ രണ്ടും പോയിട്ടോ. ഇനി മൂന്നാമത്തെ എന്താ പിന്നെ, അമ്മ തഗയ്യുബുഹു അൻ ബയ്യത്തുൽ റിദ്വാൻ. ഹുദൈബിയയിൽ വെച്ചിട്ട് ആ ബയ്യത്തുൽ റിദ്വാൻ അള്ളാഹു റസൂൽ ചെയ്തതാണ്. പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് അന്നും ഉണ്ടായിരുന്നത്. കാരണം മക്കത്തേക്ക് കടക്കാൻ ശത്രുക്കളൊക്കെ എതിരിടാൻ വരികയാണ്. അവിടെ വലിയൊരു പ്രയാസം നേരിടുന്ന സമയമാണ്. ഉടനെ റസൂലുള്ള മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട്, എൻ്റെ കൂടെ നിങ്ങൾ ഉറച്ചു നിൽക്കൂലേ ബദറെന്നൊക്കെ ചോദിച്ചതുപോലെ തന്നെ, എന്നാൽ കൈ തരീന്ന. അപ്പോൾ കൈ കൊടുക്കുകയാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ സഹാബിയൊക്കെ പെട്ടെന്ന് കൊടുത്ത്. ഉമർ എന്നവരൊക്കെ ഹുദൈബിയൻ്റെ ഭാഗത്ത് വേറെ എന്തോ പണിയില്ല, പാപ്പാൻ്റെ അടുത്തേക്ക് ഓടിയെന്ന. ഉപ്പ കൈ നീട്ടിയാണ് റസൂലിൽ നിന്ന്. ഓടി വന്നു കൈ പിടിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് അവിടെ ആരില്ല, ഉസ്മാനൊന്നുമില്ല. എന്താ കാര്യം, ഉസ്മാനൊന്നും ഇവരെ സംഘത്തിലുണ്ടായിനി. പക്ഷെ മക്കത്തെ ഖുറൈശികളുടെ സമീപനം എന്ത്, ഓല് നമ്മളോട് എടുക്കാവുന്ന നിലപാടെന്ത്, മക്കത്തെ ഹറമിൽ തല്ലുണ്ടാകരുതല്ലോ. അപ്പോൾ കാര്യം ഒന്ന് ചർച്ചകൾ കൂടി തീരുമാനിച്ചിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ അതാ റസൂൽ നോക്കണേ. അതിന് മക്കത്തേക്ക് ഒരാൾ പോകണം.
ആര് പോകുന്ന വെച്ചിട്ട് ചിലരൊക്കെ പറഞ്ഞു ഉമറന്നവരൊക്കെ പോയിക്കോട്ടെ എന്ന്. അപ്പോൾ ഉമറന്നവർ പറഞ്ഞു ഞാൻ പോയാൽ നിങ്ങൾക്ക് വാർത്ത ഉണ്ടാവില്ല, പോയതന്നെ ഉണ്ടാവുള്ളൂ. അവസാന ആൾക്കാർ പറഞ്ഞു വിഷയത്തിന് തീരുമാനം കിട്ടണമെങ്കിൽ ഉസ്മാൻ പോകേണ്ടി വരും. അങ്ങനെ ഉസ്മാൻ എന്നവരെ മക്കത്തേക്ക് റസൂൽ പറഞ്ഞയച്ചാൽ ആ സമയത്താണ് ഇവിടെ ഇത് നടക്കുന്നത്. അപ്പോൾ പിന്നെ ഉസ്മാൻ എന്നവരോട് ഉണ്ടാവുമോ? ഉണ്ടായിട്ടില്ല. എന്നാലോ അവിടെ സംഭവിച്ചത് എന്താ അറിയോ? വക്കാനത്ത് ബൈഅത്തു റിദ്വാൻ ബാദമാ ദഹബ ഉസ്മാനു ഇലാ മക്കത്ത ഉണ്ടോ ഫൈനഹു ലൗകാന അഹദുൻ അഅസ്സ ബി ബത്നി മക്കത്ത മിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ലബഅസഹു മക്കാനഹു. മക്കത്തെ ആൾക്കാരോട് കാര്യം സംസാരിക്കാൻ ഉസ്മാൻ എന്നവരേക്കാൾ തരപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ലബഅസഹു മക്കാനഹു, ആ ആളെ വിട്ടിന് ഉസ്മാൻ എന്നൊരു സ്ഥാനത്ത്. അങ്ങനത്തെ ഒരാളും വരെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് ഫബഅസ ഉസ്മാൻ എന്നവരെ പറഞ്ഞയച്ചു. വക്കാനത്ത് ബൈഅത്തു റിദ്വാൻ ബാദമാ ദഹബ ഉസ്മാനു ഇലാ മക്ക. ഉസ്മാൻ എന്നൊരു പോയാരെ ഈ സംഭവം ഉണ്ടാണത്. ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയല്ലേ പോയൻ്റെ. അപ്പം എന്താ റസൂൽ ചെയ്ത് ബി യദിഹില്ലും, ഞാൻ റസൂൽ വലത് കൈ പൊന്തിച്ചു. ഹാദിഹി യദു ഉസ്മാൻ, ഇത് ഉസ്മാൻ്റെ കൈയാണ്. ഉസ്മാൻ എന്നവർക്ക് നായിബായി റസൂലാൻ്റെ കൈ വെക്കുക. ഉസ്മാൻ എന്നൊരു കയ്യേര അവിടെ ഇല്ലല്ലോ. ഉസ്മാൻ എന്നവർക്ക് പകരം ആരെ കൈ വെച്ചു? ഫദറബ ബിഹാ അലാ യദിഹി, ഇത് ഉസ്മാൻ്റെ കൈയാണ്, റസൂൽ ഇങ്ങനെ പിടിച്ചു. ഒരർത്ഥത്തിൽ ആ കയ്യല്ലേ ഏറ്റവും വലിയ കയ്യായത്. ഉണ്ടോ? ബയ്യത്തുൽ റിദ്വാനിൽ ഏറ്റവും സ്ട്രോങ്ങിലാണ് ഉസ്മാൻ എന്നവരുടെ സാന്നിധ്യം. ഫക്കാല ഹാദിഹി ഉസ്മാൻ, ഇത് ഉസ്മാൻ്റെതാണ്, ഉസ്മാൻ്റെ ബയ്യത്താണ് ഈ നടക്കുന്നത്. ഇപ്പം എന്തായി? മിസ്രിൽ നിന്ന് വന്ന മക്കത്ത് മത്താഫിലാപ്പത് നമ്മൾ കൂടെയുള്ളത് മക്കത്തെ മത്താഫിലെ ചർച്ച. മിസ്രിൽ നിന്ന് വന്നോ ഓൻ കൊണ്ടുപോകണ ഈ ഉസ്മാൻ എന്നവർക്കുള്ള പരാതിപ്പെട്ടി തലയിലേറ്റി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. മുഴുവൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ ക്ലിയർ ചെയ്തു. ഇനി പറഞ്ഞു ഇത് ഹബിയാദ പൊയ്ക്കോ, ഇപ്പോൾ പളർഞ്ഞില്ലേ അൽ ആൻ മാക്ക, ഇപ്പം ഞാൻ തന്നതുമായിട്ട് പൊയ്ക്കോ, എൻ്റെ എല്ലാ പിന്നെ രോഗത്തിനും മരുന്നതിലുണ്ട്, ഇതാണ് കാര്യം. അപ്പോൾ ഉസ്മാൻ പലർക്കും ധാരണയുണ്ട് ഈ ഉസ്മാൻ എന്നവരെങ്ങനെ ബദർക്ക് പോയില്ല, എന്നാൽ ബദറിൽ റസൂല കൂട്ടി. ഉസ്മാൻ എന്നവർ അങ്ങനത്തെ ഓരോ വിഷയത്തിനും വലിയ വലിയ മഹത്വങ്ങളാണ്. അപ്പോൾ അതാണ് കാര്യം. മനസ്സിലായില്ലേ?